ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര ഒമാനിലെ ഒരു ഹിഡൻ ബീച്ചിലേക്കാണ്. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ കുറേ കാലത്തിന് ശേഷം പിന്നെ ഷംസ് പുതിയ നമ്മളെ കൂടെ കൂടിയിരിക്കുകയാണ്. ഷംസ് ഉണ്ട്, റാണ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് പറയാം. ഹിഡൻ ബീച്ചിലേക്ക് എങ്ങനെ പോകണം, അവിടെ എന്താ കാണാനുള്ളത്, അതൊക്കെ ഈ വീഡിയോ ഫുള്ള് കാണാൻ മനസ്സിലാവും. അപ്പോൾ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. പോകുന്ന വഴിക്കിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലം കുളിക്കുകയും ചെയ്യാം. അതിനുള്ള സംഭവം, അതിനുള്ള ഷോർട്സും ടീഷർട്ടും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് മസ്കത്ത് സൂർ റോഡാണ്. റൂവിൽ നിന്ന് റൈറ്റ് കയറുക, റൂവിൽ റൈറ്റ് നേരെ സ്റ്റേജ് ഒറ്റ വഴിയാണ്. ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണേ കുടിക്കണമെങ്കിൽ അതിൽ സൈഡിലും കുറവാണ്, ഷോപ്പുകളെല്ലാം കുറവായിരിക്കും. ഞങ്ങൾ തൽക്കാലം പമ്പ് കയറ്റിയാണ് പോകുന്ന വഴിക്ക്. ഓക്കെ, പമ്പ് കയറിയുണ്ട്. ഇവിടെ ചെറിയ ഷോപ്പുകളുണ്ട്, കസ്തീര ഉണ്ട്. പോകുന്നവർക്ക് ഒരു ഷോപ്പും ഉണ്ടാവില്ല. അപ്പോൾ വരുന്നവരെ എന്തെങ്കിലും ഫുഡ് കഴിക്കരുത്. ഞങ്ങൾ മോർണിംഗ് കഴിച്ച ഫുഡാണ്. മോർണിംഗ് ഒന്നും കഴിച്ചിട്ടില്ല, പെട്ടെന്ന് ഇറങ്ങി വന്നല്ലേ. മാറി മാങ്ങാൻ പോയിക്കൊണ്ട് ഇതൊന്നുമില്ലേ, ഇതൊന്നുമില്ല, ഒന്നുമില്ലേ? ആ ഉണ്ട്, കഴിക്കാനുണ്ട്. നല്ല ബോണ്ട ഉണ്ട്, സമൂസ, മുട്ട. ഇതൊന്നും പറഞ്ഞോ, കാജിയോ, കാജ, ചായ. എന്തായാലും വേറെ കഴിക്കാനായിട്ട് നോക്കട്ടെ. എന്നിട്ട് ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, അങ്ങനെ ഭക്ഷണം ഞാൻ കഴിച്ചില്ല, അവര് കഴിച്ചു. അപ്പൊന്നും വേണ്ട. എന്താ ഉള്ളത്? ചിപ്സ് മതി. അത് മതി, വേറൊന്നും വേണ്ട. അത് മതി, അത് മതി. ചിപ്സ് കഴിക്കില്ലേ, ഉള്ളത് തന്നെ മതി. ഓ, വേറൊന്നും വേണ്ട. ഇപ്പൊ ഒന്ന് കഴിച്ചാൽ ബാത്റൂം പോകേണ്ടി വരും, ശരിയാവില്ല. വെമ്മ നല്ല അടിയാണ്, നല്ല ചായ അടിക്കുന്നുണ്ട്, ചിപ്സ് അടിക്കുന്നുണ്ട്. ഏതായാലും കുറച്ച് അങ്ങോട്ടെത്തി നോക്കാം. ചിപ്സ് വേണേ ചിപ്സ് മതി. എന്നാല് കേക്കോ, കേക്കിൽ മേടിച്ചില്ല, എനിക്കൊന്നും മേടിച്ചില്ല. കേക്ക് മതിയാടാ, തക്കാളി കഴിക്കാം. തക്കാളി മതി, തക്കാളി കഴിക്കട്ടെ. ബാക്കി കുറച്ച് കഴിക്കാം. അങ്ങനെ സിംഗോൾ എത്താനായി. ഓക്കെ, സിംഗോൾ പോകുന്ന റൂട്ട് അടിപൊളി റൂട്ടാണ്. പോകുന്ന നല്ല ബീച്ച് കണ്ടുകൊണ്ട് പോവാം. എന്താ ബീച്ച് കണ്ട, ഏതാ അടിപൊളി നീല ബ്ലൂ വാട്ടർ. ഇതാണ് സിംഗോൾ പോകുന്ന റോഡ്. ഓക്കെ, സിംഗോളിലേക്ക് വേണ്ട നമ്മൾ സൂർ റോഡ് നേരെ പോകുന്ന വഴിക്ക് ആ റൈറ്റ് ബോർഡ് കാണും സിംഗോളിലേക്ക്. അവിടുന്ന് 7 കിലോമീറ്റർ ആണ് ആ റോഡാണ് കാണുന്നത്. ഓക്കെ, ഇത് കിലോമീറ്റർ പോകാൻ 2. ഓക്കെ, 2 കിലോമീറ്റർ സിംഗോളിലേക്കുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ സിംഗോൾ എത്തിയിരിക്കുന്നു. ഇതാണ് സിംഗോൾ. സിംഗോളിന്റെ ഫ്രണ്ടാണിത്. ഉള്ളോട്ട് പോകണം. ഓക്കെ, ആൾക്കാരൊന്നും കുറവാണ്. അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് കുളിക്കാം. ഡ്രസ്സെല്ലാം മാറ്റണം. ഡ്രസ്സെല്ലാം ഇവിടുന്ന് പുറത്ത് മാറ്റി പോകുന്നത് നല്ലത്. ആ ഡ്രസ്സ് മാറ്റാൻ സൗകര്യം ഉണ്ടാവില്ല. ഡ്രസ്സെല്ലാം വണ്ടിയിൽ നിന്ന് മാറ്റുക, നേരെ ഇവിടുന്ന് പോവുക. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെ വെള്ളം ഉണ്ടോ അറിയില്ല, ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ വെള്ളം എപ്പോൾ ഉണ്ടാവും, വെള്ളത്തിന് കുറവുണ്ടാവില്ല. കാരണം തൊട്ടടുത്ത് ബീച്ചായതുകൊണ്ട്, തൊട്ടപ്പുറം തന്നെ ബീച്ചാണ്. അപ്പോൾ കുളിക്കാനുള്ള എപ്പോൾ വെള്ളം ഉണ്ടാവും. ഞാൻ ഉള്ളിലേക്ക് പോവാം. ഇവിടെ വിസിറ്റിംഗ് ടൈം വരുന്നത്, വിസിറ്റിംഗ് ടൈം 8 to 8 ആണ് വരുന്നത്. പക്ഷേ 8 മണിക്ക് വന്നിട്ട് കാര്യമില്ല. എന്ത് കാര്യം 8 മണിക്ക് വന്നിട്ട് രാത്രി എന്ത് കാര്യം കാണാൻ? ആൾക്കാർ കുറവാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വസ്ഥമായിട്ട് കുളിക്കാം. ഷംസ് ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. നല്ല കവറിൽ ഫുൾ തോർത്ത്, ഷഡ്ഡി, ബനിയൻ എല്ലാം എടുത്തിട്ടുണ്ട്. പോട്ടെ, ചൂടാണ് പ്രശ്നമല്ലേ. ഈവനിങ് ആണ് ഓക്കെയാണ്, പ്രശ്നമല്ല. കുളിക്കുമ്പോൾ ചൂടൊന്നും പ്രശ്നമല്ല. പിന്നെ ഈ ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും. ആരും ചെറിയ പാർക്കുണ്ടടാ, പാർക്കിൽ ആരുമില്ല, നമ്മൾ മാത്രം. ആഹാ, കാണാൻ ഒറ്റക്ക് കടന്നു പോകുന്നു. ഇതാണ് പാർക്ക്. ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ നിന്ന് നടന്നു പോകണം, കുറച്ച് പോകാണ്ട്. ഒരു ഫ്രണ്ട് 5 മിനിറ്റ് നടക്കാനുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ സിംഗോൾ എത്തിയിരിക്കുന്നു. ഇവിടെ നോ ജമ്പിങ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. നോ ജമ്പിങ്, ചാടാൻ പാടില്ല. പക്ഷെ ഞാൻ ഇതിന് മുന്നേ ഓരോ വീഴ്ചയിലൊക്കെ വീഡിയോ കണ്ട് ഇതിൻ്റെ മുകളിൽ ചാടുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മൾ വന്ന ഭീമാ സിംഗോൾ. യെസ്, അടിപൊളി സ്പോട്ടാണ്. ആരുമില്ലല്ലോ. സാധാരണ ഈ സമയത്ത് നല്ല ആളുണ്ട്. അതിപ്പോൾ ചൂടായതുകൊണ്ട് ആരുമില്ല. സ്വസ്ഥമായിട്ട് കുളിക്കാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, ആളില്ലാണ്ട്. ഒരാൾ പോലും ഇല്ല, നമ്മൾ 3 ആൾ മാത്രം. കണ്ടോക്ക്, ഇത്
ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഉൽക്കവി ഉണ്ടായ കുളം എന്നാ പറയുന്നത്. വലിയൊരു കുഴിയല്ലേ ഇവിടെ, തൊട്ടപ്പുറം ബീച്ചുമാണ്. ഉൽക്കവി ഉണ്ടായത്. ഉൽക്ക ഉണ്ടല്ലേ ഹംസു അല്ലേ? ചക്ക ഉണ്ടായ ഹംസു പറയുന്നത്. ഓക്കെ, എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് കുടിച്ചിട്ട് പോവാം. താഴോട്ട് ഇറങ്ങട്ടെ. ഡ്രസ്സ് അവിടെ നിന്ന് മാറ്റിക്കില്ല, എന്നാൽ ഇവിടെ ആളില്ല. ഇവിടുന്ന് മാറ്റാൻ വെച്ച്, പുറത്ത് വണ്ടിയില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് മാറാൻ വെച്ച് നമുക്ക് താഴെ ഇറങ്ങിയിട്ട് നോക്കി കാഴ്ചകൾ കാണാം. ഒരു താക്കുക. അങ്ങനെ താഴോട്ട് വന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭീമാ സിംഗോൾ കാണുന്നത്. സാധാരണ ഫുള്ള് ആളുണ്ടാവില്ലെന്ന്, ഒരാളും ഇല്ല, ഞങ്ങൾ മൂന്നാളും മാത്രം. ഓ അടിപൊളിയാണ്. കണ്ടോ സ്പോട്ട് കണ്ടോ? അടിപൊളി സ്പോട്ടാണ്. മോളും താഴോട്ടൊക്കെ ഇറങ്ങി വരുന്നു. കണ്ടോ ആരുമില്ല. അവർക്ക് ഇറങ്ങാൻ കുറച്ച് പേടി, ആളില്ലാത്തതുകൊണ്ട്. അതിന് അധികം ഫ്രണ്ടോട്ട് പോകുന്നില്ല. ഫ്രണ്ട് വലിയ കുഴിയാണ്, ഇവിടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. വലിയ വലിയ കുഴികളുണ്ട്. വാട എന്ത് ഇറങ്ങുന്നില്ലേ? വാ താട്ട് കാണാൻ എല്ലാം വരുന്നുണ്ട്. ഭയങ്കര എക്കോ ഇവിടുന്ന് നമ്മളെ കേൾക്കുന്നുണ്ട്. വാ, ഇതാണ് ഭീമാ സിംഗോൾ. യെസ് 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 ആളില്ലാത്ത ഭീമാ സിംഗോൾ. കഴിഞ്ഞ പെരുന്നാൾക്ക് വന്നപ്പോൾ ഉള്ള ഒരു വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. എമ്മാരി ആളാനും ഇപ്പോൾ ആരുമില്ല, നമ്മൾ മാത്രം. ആഹാ, സ്വസ്ഥമായിട്ട് കുളിച്ചിട്ട് പോവാം. വരുന്നുണ്ട് ഇങ്ങനെ വരണം, ആളില്ലാത്ത സമയത്ത് വരണം. പക്ഷെ ആളില്ലെങ്കിൽ ഒരു രസമാണ്. ആളെ നമുക്കൊരു ടെൻഷൻ പോലെ ആക്കും. കുളിക്കുമ്പോൾ പേടി പോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആയത്തോട്ടിലും പോകുന്നില്ല, ചെറിയ സൈഡിലേക്ക് നിൽക്കുന്നു, സൈഡിൽ കുളിക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രയും 3 സ്റ്റെപ്പ് ഇറങ്ങി വരണം. ഭയങ്കര ചൂടാണ്, അതൊന്നും കുഴപ്പമില്ല. ഇതാണ് യെസ്. मैं कितना बार बोला है मुश्किल है. താഴോട്ട് വന്നപ്പോൾ ഉഷാറായി. ആദ്യം പറഞ്ഞത് അങ്ങനെ പേടിയാണ്, താഴേക്ക് കുയ്യാന്ന് പറഞ്ഞത്. കണ്ടോ ഇത്രയും സ്പേസ് ഇല്ലേ? അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട്, നമ്മൾ അങ്ങോട്ട് ആദ്യം പോകുന്നില്ല. ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ലല്ലോ. ഒന്ന് ഇറങ്ങല്ലേ, കുളിക്കല്ലേ? ഓക്കെ, അപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് അണ്ടർ വാട്ടർ വീഡിയോസ് കാണാം. ഓക്കെ, അങ്ങനെ 2-3 റൗണ്ട് കുളിച്ച് കഴിഞ്ഞു. ഒന്ന് കുളിച്ച് മതിയാകുന്നില്ല. ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. റാണ ഷംസു ഫോട്ടോ എടുന്ന് അടിക്കുക. അങ്ങോട്ട് പോടാ ഉത്തരോ. അടിപൊളി സ്പോട്ടാണ്. ഫാമിലിയും കുട്ടികളും വന്നാൽ അടിപൊളി കുളിക്കുക. പക്ഷേ കുട്ടികൾ ശ്രദ്ധിക്കണം, അങ്ങോട്ട് നല്ല ആഴമുണ്ട്. ഓക്കെ, അങ്ങോട്ട് അധികം പോകരുത്. അടിപൊളി ഏരിയയാണ്. ഓ പൊളിയോസ്കി ചാടി കൊന്നു പറഞ്ഞോ. യെസ്, വാവ്, നല്ല ആർമാദിച്ച് കുളിക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഓക്കെ, ഇനി കുറച്ച് ഞാനും ചാട്ടെ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ചാടുന്ന അണ്ടർ വാട്ടർ വീഡിയോ കാണിച്ചു തരാം. യെസ്, ഒന്ന് ചാടാം, വീഡിയോ കാണാം. ചെരുപ്പിടാൻ മറന്നത്, ചെരുപ്പ് നിർബന്ധമാണ്. ചെറിയ കല്ലുകളുണ്ട്, ചാടാൻ പറ്റിയ അവിടെ കല്ലാണ്. നമുക്ക് ഇനി കുറച്ച് അണ്ടർ വാട്ടർ വീഡിയോസ് കാണാം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഭീമാ സിംഗോളിലേക്ക് പോരി. ഓക്കെ, യെസ്, നല്ല സമയത്താണ് എത്തിയത്, കറക്റ്റ് സമയത്ത് എത്തിയത്. അടിപൊളി നീന്താൻ പറ്റി. എനിക്ക് മതിയാകുന്നില്ല. ഇപ്പോൾ ആൾ കൂടിയിട്ടുണ്ട്. പക്ഷെ നേരത്തെ വന്നുകൊണ്ട് കുറേ അണ്ടർ വാട്ടർ വീഡിയോ കിട്ടി. ഓക്കെ, അണ്ടർ വാട്ടർ വീഡിയോ ഇനിയും എടുക്കാം. യെസ്, മീൻ സമ്മതിക്കുന്നില്ല, മീൻ കൊത്തുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് അണ്ടർ വാട്ടർ വീഡിയോസ് ഒന്നിലേക്കും പോകാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അണ്ടർ വാട്ടർ വീഡിയോ പോകാം. നമുക്ക് അണ്ടർ വാട്ടറിനുള്ളിൽ നിന്ന് സംസാരിക്കാം. ശ്രദ്ധിക്കണം, നല്ല ഉപ്പാണ്. നല്ല ഉപ്പ് വെള്ളമാണ്. തൊട്ടപ്പുറം കടലായതുകൊണ്ട് നല്ല ഉപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കണ്ണട എന്തെങ്കിലും കരുതിക്കോ. പിന്നെ വരുമ്പോൾ നാരങ്ങ എടുത്തോ, ഇവിടുന്ന് നല്ല ലൈം അടിക്കാം. ഓക്കെ, ഇങ്ങനെ അടുത്ത ലൊക്കേഷൻ പിടിക്കാം. അടുത്ത ലൊക്കേഷൻ അടുത്ത ടി വി ബീച്ചാണ്. ടി വി ബീച്ച്, പിന്നെ റൊമാൻറ്റിക് കേവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടാൽ ആ ലൊക്കേഷനും കാണാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒന്നുകൂടി അണ്ടർ വാട്ടറില്ല, ഇന്ന് മുങ്ങിയാലോ? മുങ്ങിക്കോ.
പൊളി പൊളി പൊളി. എല്ലാവരും കയറിയ എല്ലാവരും പോകുന്ന കുറെ പേര് പോകുന്നുണ്ട്. പൊട്ടന്മാർ വെറുതെ കുളിക്കാൻ വന്ന മനസ്സിലാകുന്നില്ല. കുറെ പേര് കുളിച്ചു കഴിഞ്ഞ് കുറെ പേര് പോകുന്ന ഒരിക്കലും പോകുന്ന അങ്ങോട്ട്. ഷംസീദാ റാണ റാണ അച്ഛൻ ഓ പൊളി. ആ കാലടിച്ച് മീനും കടിച്ച് സീനായി. ഓക്കെ ഒന്നുകൂടി മുങ്ങിയേക്കാം. അപ്പോൾ ഓക്കെ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി. തൊണ്ടലടഞ്ഞ് മുടിയെല്ലാം ഡ്രൈ ആകും. നല്ല ഉപ്പുണ്ട്, നല്ല ഉപ്പ് വെള്ളമാണ്. ഇപ്പം കുറേ പേര് വരുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ വന്ന് ഓടിക്ക് തുടങ്ങി. ശ്രദ്ധിക്കണം, ഇവിടുന്ന് നീന്താറില്ലെങ്കിൽ ഇവിടെ മുങ്ങിയിറക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അടിപൊളിയാണ്. എന്താ ഫോറിനേഴ്സ് എല്ലാം വരുന്നുണ്ട്. കുറേ പേര് വന്നു തുടങ്ങി. ഇപ്പോൾ ഞങ്ങളിനി തീ ബീച്ചിലേക്ക് പോകണം. പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. കുറേ ബംഗാളികളുണ്ട്. ഇതാ ഇവിടുന്ന് കുളിക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി ഏരിയ ആണ്. ഷിംസോ പൊളിയല്ലേ? പോയില്ല നാളെ പോവില്ല. അപ്പോൾ ഞങ്ങൾ സിംഗോൾ ഇവിടെ പറയുകയാണ്. കറക്റ്റ് ഒരു കൊല്ലം മുന്നേ വന്നാൽ ഇവിടെ, ഒരു കൊല്ലം മുന്നേ ഇവിടത്തേക്ക് വന്നു. മസ്കത്തുള്ളവർ ഇവിടെ വരിക, കുളിക്കുക. ശ്രദ്ധിക്കണം, സേഫ്റ്റി നിർബന്ധമാണ്. ഇത്ര ആഴം കൂടിയ ഏരിയ ആണ്. അങ്ങോട്ടുള്ള ഭയങ്കര ആഴമാണ്, ലാസ്റ്റിലേക്ക് ഭയങ്കര ആഴമാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് നടക്കുകയാണ്. അങ്ങനെ സിംഗോൾ ഇവിടെ പറയാം. സിംഗോൾ ഇവർ കുളിക്കുന്നുണ്ട്. കുളിക്കട്ടെ, അവർ കുളിക്കട്ടെ. ഞങ്ങൾ പോവാണ്. മുകളിലേക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പ് കയറി പോകണം. അപ്പോൾ മറക്കണ്ട, എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് സിംഗോൾ. മുകളിലെത്തി. മുകളിൽ താഴോട്ട് നല്ല അടിപൊളി വ്യൂ ആണ് സിംഗോളിൻ്റെ. അയ്യോ കുറേ പേര് കുളിക്കട്ടെ, അവരങ്ങോട്ട് പോട്ടെ. നമ്മൾ ടീംസോട് ഇരിക്കുന്നുണ്ട്. എന്നാ ശരി, തള്ളുകയോ കുളിച്ച് തള്ളുകയോ? പോവാ, അടുത്ത ലൊക്കേഷൻ പോവാ. കാലും കാലും വേഗമാണ് പോട്ടെ. പോവാ, ശ്രദ്ധിക്കണം. ഇവിടെ വരുന്ന ശ്രദ്ധിക്കണം. നോ ജമ്പിങ് ആണ് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ മസ്കത്ത് മുനിസിപ്പാലിറ്റി പറഞ്ഞത് ഇവിടെ എന്ത് സംഭവിച്ചാലും ഒമാനിലെ ആൾക്കാർ ഉത്തരവാദിത്തമില്ല, ഒമാൻ ഗവൺമെൻറ് ഉത്തരവാദിത്തമില്ല. കെട്ടിക്കില്ല. ഓക്കെ പോരി. ചലോ അടിപൊളി. എല്ലാവരും അടിപൊളി വ്യൂ അല്ലേ? ഏതാ കുളിക്കുന്നവർക്ക് രസാ കാണാൻ, അടിപൊളി. അപ്പോൾ എല്ലാവരും ഒമാനിലേര് എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഭീമ സിംഗോൾ. പുറത്തേക്ക് നടക്കട്ടെ. അങ്ങനെ നമ്മൾ പുറത്തെത്തിരിക്കുകയാണ്. അതിൽ ഗേറ്റെത്തി. വാച്ച് റൂം ഗേറ്റ് ഓപ്പണായി. കോട്ടയം ഓക്കെ. ഈവനിങ് ആണ്. കുറച്ച് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് ആയില്ല, സമയം 3:30 ഈവനിങ് തന്നെ. നമുക്ക് പോകാനുള്ളത് ടി വി ചണക്കാവ് ദേവി ബീച്ചാണ്. അടിപൊളിയാണ്. അവിടെ 2-3 വ്യൂ പോയിന്റ് അത് കാണാം. പിന്നെ റൊമാൻറ്റിക് കേവ് ഉണ്ട്, അതും കാണാം. നമ്മൾ വണ്ടിയിലേക്ക് പോവാം. വണ്ടി ഇതാണ്. ഡ്രൈവർ വണ്ടി എടുക്കൂ. കോട്ടെ ഓക്കെ അല്ലേ? ഞാൻ കയറിക്കാം.